എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൊട്ട് എന്റെ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയാലോ? എന്റെ കൂടെ കൂടിക്കോളൂ. ഓക്കെ, എന്താണ് മുഖത്തൊക്കെ മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ? അത് ഞാനൊരു ചെറിയ ഡാൻസ് ചെയ്തതാ. അപ്പൊ അതില് മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് എന്നെ തൂക്കാൻ സമ്മതിച്ചില്ലല്ലേ അച്ഛൻ വരുമ്പോ കാണിക്കാനായിട്ട്? ഓക്കെ, നമുക്ക് ചെയ്യാം. എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കും. ഉന്നക്കായി. ഓക്കെ, ഞാൻ തമിഴില് ചുണ്ണക്കട്ടീന് പഠിച്ചോണ്ടാ ഉന്നക്കാട്ടീന്. തമിഴ് എനിക്ക് മനസ്സിലാവില്ല, നീ മലയാളം പറഞ്ഞാൽ മതി. തൽക്കാലം നമുക്ക് മലയാളം മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വേണ്ടതെന്ന് എന്നോട് പറയാൻ, ഞാൻ അതുപോലെ ചെയ്യാം. ഇൻസ്ട്രക്ട് ചെയ്ത് തരുമല്ലോ അല്ലേ? ഇത് നാടൻ പഴമല്ല, ഇതിന് പഴുപ്പും കുറവാണ്. അത് കാരണം ചപ്പാത്തി മാവ് പോലെ നമുക്ക് കുഴച്ചങ്ങ് എടുക്കേണ്ടതാ. അത് കാരണം ഇതില് നമുക്ക് വേവിക്കാൻ വെക്കേണ്ടി വരും. എന്താ ചെയ്യണ്ടേ? സ്റ്റീമർ എടുത്തിട്ട് വേവിക്കാൻ വെക്കട്ടെ പഴം? നമുക്ക് വേവിക്കാൻ പോകാം. ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്ക് 20 മിനിറ്റ് വേവിക്കാൻ വെക്കാൻ പറ്റും. കാരണം അത്രയും പച്ചപ്പഴം നമ്മുടെ അല്ലേ. ഒരു ടേസ്റ്റ് ചിലപ്പോ കുറെ ആവും. എന്താ കറിയുടെ ടേസ്റ്റ് വരും. എന്തായാലും നമുക്ക് 20 മിനിറ്റ് വേവിച്ചാലേ ഈ പാണ്ടിപ്പഴം വേവത്തുള്ളൂ. അത് ശരിയാ. നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്താലോ? ഓക്കെ കൂട്ടുകാരെ, ഈ പഴം വേവുന്ന വരെ നമുക്ക് ചുമ്മാ ഇരിക്കണ്ട. നമുക്ക് വേറൊരു കാര്യം ചെയ്യാനില്ല. കേക്കിനകത്ത് വരുന്ന ഫില്ലിങ്സ് നമുക്ക് ഫില്ല് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. എന്താ ഗൗതം? നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ഇടുന്നത് കാഷ്യൂ നട്ട്, മുന്തിരിങ്ങ, ഈ തേങ്ങ, പിന്നെ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തത്, ഏലക്കയും കൂടി ഉണ്ട്. ബദാം ഇടാൻ മറന്നുപോയി. ബദാം ഇട്ടാ നല്ലതാണ്. അതാണോ ഫില്ലിങ്സ്? അതെ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണോ? അതെ, ഒന്ന് മിക്സ് ചെയ്തും റോസ്റ്റ് ചെയ്തും എടുക്കണം. ഈ പഴം വേവിച്ചിട്ടുണ്ട്. അരമണിക്കൂറിൽ കൂടുതലും വേവിച്ചിട്ടും ഇത് വെന്തിട്ടില്ല. അത് കാരണം ഞാൻ വിചാരിച്ചു അങ്ങ് ഉടച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇപ്പൊ തൊലി കളഞ്ഞിട്ട് ഉടയ്ക്കുവാണ് കേട്ടോ. കണ്ടോ, ഇത്രയും നേരം 1 മണിക്കൂറിന് അടുപ്പിച്ച് വേവിച്ചിട്ടും അത് ആയിട്ടില്ല. അത് കാരണം അത് പഴുത്തിട്ടില്ല പഴം നന്നായിട്ടതാ. അത് ഉടയുന്നില്ല. അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ? ഇങ്ങനെ നല്ല ഹാർഡായുണ്ട്. ഞാൻ അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നില്ല, ഉന്നക്കായങ്ങ് ഉണ്ടാക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എന്റെ കൈ പൊള്ളു എണ്ണയിലായുണ്ട്. അത് കാരണം അമ്മ ചെയ്തെടുക്കും. ഈ വീട്ടില് ഞാൻ ആദ്യമായിട്ട് ഇതുണ്ടാക്കുന്നതും കഴിക്കുന്നതും. അത് കാരണം വീട്ടിലല്ല, വെളിയിൽ നിന്ന് പോകാൻ കഴിച്ചിട്ടുണ്ടോ ഈ പലഹാരം? ഇല്ല, ഞാനും കഴിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. ഇനി പഴം നമുക്ക് വേണ്ട രീതിയിൽ ഇതാക്കി എടുക്കാൻ പറ്റിയില്ലല്ലേ, പച്ചപ്പഴമായത്. ഞാൻ കഴിച്ചിട്ട് പറയാം നല്ലതാണോ ഇല്ലയോ. ഓക്കെ, പഴത്തിന്റെ പച്ച ടേസ്റ്റ് ഉണ്ട്. കുറച്ചും കൂടി നല്ല മധുരമുള്ള പഴമായിരുന്നെങ്കിലേ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വന്നത്. ശരി, നമുക്കിനി പഴം പഴുക്കുമ്പോ ചെയ്യാതെ കേട്ടോ. ശരി, ബൈ പറഞ്ഞോണ്ടേ അപ്പം. ബൈ.